ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 20-ാം തിരുവചനം. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവീൻ. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ദൈവാത്മാവ് നമ്മോട് പറയുന്നു, ദൈവം ശ്ലീഹന്മാരിലൂടെ നമ്മോട് പറയുന്നു, ആവശ്യപ്പെടുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്. 1-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവീൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടുംചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തു. മറ്റൊരു വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 21-ാം തിരുവചനം. അവിടെയും ദൈവത്തോട് രമ്യതപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മൂലം ദൈവസന്നദ്ധയിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രവൃത്തി മൂലം ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് ദൈവത്തോട് രമ്യതപ്പെടാം. ദൈവസന്നദ്ധയിൽ മാപ്പ് ചോദിക്കാം. കർത്താവെ, അറിഞ്ഞും അറിയാതെയും വാക്കാലും പ്രവൃത്തിയാലും ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എന്നോട് പൊറുക്കണമേ. ആ മുടിയനായ പുത്രനെ പോലെ, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. നിന്റെ പുത്രൻ വിളിപ്പാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു അടിയാനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയെല്ലാം ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുവാൻ ഈ സുദിനം ഇടയായി തീരട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.